നമസ്കാരം. കേരളത്തിലെ ചില പ്രത്യേക സാഹചര്യങ്ങൾ വരുമ്പോഴാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ വന്ന് എൻ്റെ സുഹൃത്തുക്കളായിട്ടും എൻ്റെ അഭ്യുതകാംക്ഷികളോടും ചില കാര്യങ്ങൾ ഞാൻ സംസാരിക്കുന്നത്. കേരളത്തെ ഇന്നത്തെ പ്രത്യേക സാഹചര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. ശബരിമല വിഷയമാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. ശബരിമല വിഷയം ഇന്ന് തുടങ്ങിയൊരു സംഭവമല്ല. അത് വളരെ വർഷങ്ങളായിട്ട് ശബരിമലയെ ഒരു കറവപ്പശുവായിട്ട് നമ്മുടെ സർക്കാർ മാറി മറിഞ്ഞു വന്ന സർക്കാരുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം അതിലേക്ക് നമ്മൾ കടന്നു പോകാതെ ഏതാണ്ട് 2018-2019 കാലഘട്ടങ്ങളിൽ കേരളം അനുഭവിച്ച ആ പ്രളയ ദുരന്ത സമയത്താണ് ശബരിമലയിലെ ആചാരലംഘനവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായ സുദീർഘമായിട്ടുള്ള ഒരു സംഭവവികാസം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അലയടിച്ചത്. അത് നമ്മുടെ ആരുടെയും മനസ്സിൽ നിന്ന് നമുക്ക് ഒരിക്കലും പെട്ടെന്ന് തുടച്ചു മാറ്റാൻ പറ്റുന്ന ഒരു സംഭവമല്ല. എന്നെ സംബന്ധിച്ച് ഞാൻ അജിത് കുമാർ പത്തനംതിട്ട എന്നറിയപ്പെടുന്ന പത്തനംതിട്ട നിവാസിയാണെങ്കിൽ പോലും എൻ്റെ പ്രവർത്തന മേഖല എറണാകുളത്താണ്. അന്ന് ഈ സംഭവം നടക്കുമ്പോൾ ആചാരലംഘനമായിട്ട് സർക്കാരിൻ്റെ ഉത്തരവ് വരുന്നു. സ്ത്രീകൾക്ക് നമ്മുടെ ആചാര ലംഘനം, അതായത് ഇത്ര വയസ്സുകൊണ്ട് ഇത്ര വയസ്സ് പ്രായമുള്ള കുട്ടികൾ സ്ത്രീകൾക്ക് അവിടെ പ്രവേശനമില്ല എന്നുള്ള ഒരു കർമ്മബോധം അല്ല ധർമ്മബോധം നമ്മുടെ എല്ലാ അയ്യപ്പ ഭക്തരിലും ഉണ്ട്. അതിനെ തകർക്കാനായിട്ട് കേരളം അന്ന് ഭരിച്ചുകൊണ്ടിരുന്നതും ഇന്ന് ഭരിച്ചുകൊണ്ടിരുന്നതായ സർക്കാർ വളരെ കടുപ്പമേറിയ ദുശാഠ്യത്തോടു കൂടിയിട്ടുള്ള ചില ഉത്തരവുകൾ നടത്തി പോലീസ് സംരക്ഷണത്തോടുകൂടി പ്രായപൂർത്തിയായ സ്ത്രീകൾക്കും ശബരിമലയിൽ ഏതു സമയത്തും ദർശനം നടത്താമെന്നുള്ളൊരു ഉത്തരവ് നടത്തുകയും അത് ദേവസ്വം ബോർഡ് നടപ്പിലാക്കാനും പോലീസിൻ്റെ സഹായത്തോടുകൂടി നടത്തുന്ന ഒരു അന്തരീക്ഷമായിരുന്നു 2018 ആ സമയത്ത്. അതിൻ്റെ ആ പ്രാഥമികമായ സമയത്ത്, അതായത് 2018 ഒക്ടോബർ മാസം 13-ാം തീയതിയാണ് എനിക്ക് ഓർമ്മയുള്ളത്. അതിനെതിരായിട്ട് കേരളത്തിലുള്ള ചില അയ്യപ്പ ഭക്തർ അതിനെതിരായിട്ട് അവിടെയും ഇവിടെയും സംസാരിക്കാൻ തുടങ്ങിയ നാളുകളിൽ ഞാനിവിടുന്ന് എറണാകുളത്ത് നിന്ന് എരുമേലിയിൽ പോവുകയും എരുമേലിയിൽ ബാക്കിയുള്ള നിയമപരമായിട്ടുള്ള എല്ലാ പേപ്പറും എല്ലാം ഡോക്യുമെൻറ്റേഷനും അതാത് ഏജൻസികൾക്ക് കൊടുത്തിട്ട് ഏതാണ്ട് 41 മണിക്കൂർ അവിടെ ഒരു ഉപവാസം ഇരിക്കുകയും ചെയ്തു. ഈ ആചാരലംഘനത്തിനെതിരായിട്ട് ഉപവാസം നടത്തുന്ന സമയത്ത് ദേവസ്വം ബോർഡിൻ്റെ ശബരിമല അമ്പലത്തിന്, അതായത് വലിയമ്പലത്തിന് നേരെ ഓപ്പോസിറ്റുള്ള സ്ഥലത്ത്, അന്ന് ശരിക്കും അയ്യപ്പന്മാരുടെ എണ്ണം വളരെ താരതമ്യേന കുറവായിരുന്നു ആ ദിവസങ്ങളിൽ. അതിന് മണ്ഡലകാലം സ്റ്റാർട്ട് ചെയ്തില്ല എന്ന് എനിക്ക് തോന്നുന്നു, വളരെ കുറവായിരുന്നു. ഞാൻ ദേവസ്വമായിട്ട് ബന്ധപ്പെടുകയും അവരുമായിട്ട് ചോദിച്ച് എനിക്കൊരു ഉപവാസം നടത്തുന്നതിന് വേണ്ടിയിട്ട് ദേവസ്വത്തിൻ്റെ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലം 41 മണിക്കൂർ ഉപവാസം ഇരിക്കുന്നതിന് വേണ്ടി എനിക്ക് അനുവദിക്കാവുന്ന ഞാൻ ദേവസ്വത്തിൻ്റെ അതോറിറ്റിയായിട്ട് സംസാരിക്കുകയും അവരാരും എന്നെ അനുവദിച്ചില്ല. കാരണം ഇങ്ങനൊരു കാര്യത്തിൽ ഇയാൾക്ക് എന്തിനാണ്, ഇതിൻ്റെ താല്പര്യം എന്താണെന്ന് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടായൊരു സംഭാഷണം എനിക്ക് മനസ്സിലായത്.
അപ്പം ഞാൻ പല സ്ഥലങ്ങളിലും ഞാൻ അന്വേഷിച്ച് അവസാനം ശബരിമല എരുമേലി ശാസ്താവ് അമ്പലത്തിൻ്റെ വല്യമ്പലത്തിൻ്റെ വലതുഭാഗത്ത് ചെമ്പകത്തങ്കൽക്കാരുടെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. ചെമ്പകത്തങ്കൽക്കാരുടെ സ്ഥലം അത് പേയാമ്പാടിന് കൊടുക്കുന്ന സ്ഥലമാണ്. അതിൻ്റെ മുതലാളി ചെമ്പകത്തുങ്കൽ അപ്പച്ചൻ ചേട്ടനുമായിട്ട് ബന്ധപ്പെട്ട ആരോ എന്നുള്ളതാണ്. എനിക്ക് വ്യക്തമായിട്ട് പേര് ഞാൻ ഓർക്കുന്നില്ല. അദ്ദേഹത്തെ ഞാൻ പല ആൾക്കാരും പോയി അന്വേഷിച്ചതിന് ശേഷമാണ് ഞാനവിടെ പോയി ആ ചേട്ടനെ ഞാൻ പോയി കാണുന്നത്. പോയി കണ്ട് അപ്പം എന്നോട് ചോദിച്ച് ഇദ്ദേഹത്തിന് എന്താ അതിനകത്ത് നല്ല കാര്യമാണ്. കാരണം അവരൊക്കെ ശബരിമല അയ്യപ്പനിൽ കാണാൻ ദർശിക്കാൻ വരുന്നവരിൽ നിന്ന് കിട്ടുന്ന ഇൻകം, അതാണ് ശരിക്കുള്ള കേരളത്തിന് തന്നെ വലിയൊരു നടവരവായിട്ട് കേരളം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് തന്നെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു ഭഗവാനാണ് ശബരിമല ശാസ്താവ്. കാരണം അവിടെ കിട്ടുന്ന നടവരവാണ് പല ആവശ്യങ്ങൾക്കും ഇവിടെ ഉപയോഗിക്കുന്നത്, കേരള ഗവൺമെൻറ് തന്നെ ഉപയോഗിക്കുന്നത്. അപ്പം ആ വ്യക്തിപരമായിട്ട് ഞാൻ അദ്ദേഹത്തെ ആ കാര്യത്തിൽ ഞാൻ ഇന്ന് ഞാൻ ആദരപൂർവ്വം സ്തുതിക്കുകയാണ്. അദ്ദേഹം എനിക്ക് അനുമതി തന്നു, നിങ്ങൾക്ക് ഇവിടെ സ്റ്റേജ് കിട്ടി ഇരിക്കാം. അതേപോലെ തന്നെ എരുമേലി പോലീസ് സ്റ്റേഷനിലും അന്നത്തെ SHO കണ്ട് അവർക്കും DSP കാഞ്ഞിരപ്പള്ളി DSPയോട് പെർമിഷൻ മേടിച്ച് അന്നത്തെ ഉപവാസം 41 മണിക്കൂറിനുള്ള ഉപവാസം ഞാനവിടെ തുടങ്ങി. അപ്പോഴും കേരളത്തിലെ പ്രഗത്ഭരായ രാഷ്ട്രീയ സംവിധാനങ്ങളൊന്നും ഇതിലേക്ക് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല എന്ന് ഓർക്കണം. അപ്പോൾ അന്ന് രാത്രിയും ഇതിനെ എതിർക്കുന്ന പല ആൾക്കാർ ഞാൻ ഉപവസിക്കുന്ന ഇതൊന്നും ഞാൻ നേരത്തെ പബ്ലിക്കിൽ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടില്ല. ഇരിക്കുന്ന സ്ഥലത്ത് പല രീതിയിലും എന്നെ ആക്രമിക്കാനല്ല, പല രീതിയിലും ഇതിനെ അലങ്കോലപ്പെടുത്താനായിട്ട് ശ്രമിച്ച പല ആൾക്കാരും രാത്രികളോടെ വന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് നിലവിലുണ്ടായിരുന്ന പത്രക്കാർ, പല കാഞ്ഞിരപ്പള്ളി എരുമേലി യൂണിറ്റിൽപ്പെട്ട പത്രക്കാർ, അതുപോലെ സോഷ്യൽ മീഡിയ പ്രൊമോട്ടർമാർ, അവരൊക്കെ എനിക്ക് നല്ലൊരു കവറേജ് എനിക്ക് തരികയും അവരുടെ സാധാരണ 24 നല്ല സമയം രാത്രികളിലും 12 മണിക്കും 1 മണിക്കും ഒക്കെ അവർ വന്നു പോയിട്ടുമുണ്ട്. കാരണം അങ്ങനെ ഒരു ഭക്തൻ എന്നുള്ള നിലയിൽ ചെറുപ്പം മുതലേ ശാസ്താവിൻ്റെ ശബരിമല അയ്യപ്പനെ കണ്ടും ശബരിമല അയ്യപ്പൻ്റെ നാമധേയം വിളിച്ചും നേരം രാവിലെ മണ്ഡലക്കാലവും മകരവിളക്ക് കാലങ്ങളും അമ്പലങ്ങളിൽ നിന്ന് കേൾക്കുന്ന ആ ആചാരപൂർവമായിട്ടുള്ള ഭക്തിഗാനങ്ങളും ഇതൊക്കെ കേട്ട് വളർന്ന ഒരു ഭക്തനുള്ള ഒരു വ്യക്തി എന്ന രീതിയിൽ എന്നെ സംബന്ധിച്ച് വലിയൊരു സഹിക്കാൻ പറ്റത്തില്ലാത്തൊരു വസ്തുത എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ഉപവാസത്തിന് വേണ്ടിയിട്ട് അന്ന് ഇറങ്ങിത്തിരിച്ചത്. കാരണം എന്നെ സമൂഹത്തിൽ എൻ്റെ സഹപ്രവർത്തകരും എന്നെ അടുത്തറിയാവുന്നവരും അകന്നു നിൽക്കുന്ന ആൾക്കാരും എന്നെ ആ രീതിയിൽ എന്നെ വളരെയധികം കളിയാക്കിയിട്ടുണ്ട്. പക്ഷെ അന്ന് ഞാനൊന്നും ആരോടും ഒന്നും പറഞ്ഞില്ല. പറയുന്ന കാരണം ഇവർക്ക് എന്തെങ്കിലും ഇതൊക്കെ മനസ്സിലാവും, തിരിച്ചറിയും എന്നുള്ള കരുതിയിട്ടാണ് ഞാനത് അന്ന് പറയാതിരുന്നത്. ഇന്നും വളരെ വേദനയോടുകൂടി കേട്ട ഈ വാർത്ത, ശബരിമലയിൽ കൊണ്ടുവന്ന് വിജയമല്യ കൊടുത്ത ആഭരണങ്ങൾ കൊണ്ട് പൂശിയ സന്നിധാനത്തിൻ്റെ അമ്പലവും അമ്പലത്തിൻ്റെ വാതിലും ബാക്കിയുള്ള എല്ലാ അനുബന്ധമായിട്ടുള്ള മേഖലകളിലും സ്വർണം പൂശിയ വസ്തുക്കളിൽ നിന്ന് ചില തൽപരകക്ഷികൾ എന്നല്ല, ഇതിനകത്ത് നിൽക്കുന്ന ആൾക്കാർ തന്നെ അത് മോഷ്ടിച്ചു കൊണ്ടുപോയിട്ട് കേരളം വിട്ട് പല സംസ്ഥാനങ്ങളിലും പോയി അതിനെ കാണിച്ച് പൈസ മേടിച്ച് മാസങ്ങളോളം വർഷങ്ങളോളം കഴിഞ്ഞിട്ട് ഇതൊന്നും നമ്മളുടെ കേരളത്തിൻ്റെ പോലീസിനോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ ഇൻ്റലിജൻസ് സംവിധാനത്തിനോ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റാതെ വന്ന ഒരു ദുരവസ്ഥയോർത്ത് ഞാനിന്ന് എല്ലാവരെയും പോലെ തന്നെ വളരെ വ്യസനിക്കുന്ന ഒരു
സമയമായത്. കാരണം അയ്യപ്പ ഭക്തരെ സംബന്ധിച്ച് ഇത് വളരെ കാരണം നമ്മൾ ദൈവത്തെ കാണാനായിട്ട് പോകുന്നതും സന്ദർശിക്കുന്നതും നമ്മുടെ തീരാ ദുഃഖങ്ങൾ അവിടെ ചെന്ന് പറയുന്നതും ഒക്കെ കേൾക്കാനുള്ള ഒരു അയ്യപ്പനുള്ളതുകൊണ്ടാണ് നമ്മളത് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അതിനെയൊക്കെ മുറിവേൽപ്പിക്കുന്ന രീതിയിൽ കാട്ടുകള്ളന്മാരെ പോലെ ഇതിനെ അരുംകൊള്ള എന്ന് പറഞ്ഞാൽ അരുംകൊള്ള തന്നെയാണ് ഇവിടെ നടത്തിയത്. അത് ഒന്നോ രണ്ടോ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പോലീസ് ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ അതിന് സെക്യൂരിറ്റി സംവിധാനം കൊടുത്ത ആൾക്കാരോ മാത്രമല്ല ഇത് ചെയ്തിരിക്കുന്നത്. ഇത് കേരളത്തിൻ്റെ ഇത് ഭരിക്കുന്ന ഡിപ്പാർട്ട്മെൻ്റ്, അത് മിനിസ്ട്രിയിൽപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ്, ഗവൺമെൻറ്റിൻ്റെ ദേവസ്വം മിനിസ്ട്രി അറിയാതെ ഈ സംഭവങ്ങളൊന്നും നടക്കില്ല എന്നുള്ളത് സുനിശ്ചയം എല്ലാവർക്കും അറിയാം. അപ്പം ഞാനിന്ന് ഈ സോഷ്യൽ മീഡിയയിൽ വന്നത് ഇതൊരു ചെറിയൊരു സംഭവമായിട്ടും ഒറ്റപ്പെട്ട സംഭവമായിട്ട് കണ്ട് ജനങ്ങളെ ഇതിനെ തള്ളിക്കളയാതെ ഇതിൻ്റെ അറ്റം വരെയുള്ള, കാരണം ഇതൊരു ചെറിയൊരു ഇതിൻ്റെ കള്ളൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇത് മോഷ്ടിച്ച വ്യക്തി എന്ന് പറയുന്ന ഒരു ചെറിയൊരു പോറ്റി മാത്രമല്ല. പോറ്റിയെ കൊണ്ട് ചെയ്ത ഇതിനകത്ത് വലിയൊരു കോൺസ്പിറസി ഉണ്ട്. ആ കോൺസ്പിറസിയിൽ ബന്ധപ്പെട്ട ആരൊക്കെയാണ് അത് മിനിസ്ട്രി ലെവലിൽ തന്നെ ആൾക്കാരുണ്ട്. അതിനെയാണ് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ടത്. ഞാനിപ്പോഴും പറയുന്നത് നമ്മുടെ കേരള ഹൈക്കോടതിയോടൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കെ തന്നെ നമ്മുടെ പ്രാദേശികമായിട്ടുള്ള ഒരു ഏജൻസി അന്വേഷിച്ചാൽ ഈ സംഭവം തെളിഞ്ഞു കിട്ടുമെന്ന് തന്നെ സംശയമില്ലായ്മയില്ല. അതിനേക്കാളും കാരണം ഇത് ഇൻട്രസ്റ്റേറ്റ് ബന്ധപ്പെട്ട, അതായത് സംസ്ഥാനം വിട്ട് തന്നെ ഇതിനെപ്പറ്റി അന്വേഷിക്കേണ്ടതായിട്ടുള്ള വസ്തുതയാണ്. അപ്പോൾ അതൊരു ദേശീയ തലത്തിലുള്ളൊരു ഏതെങ്കിലും ഏജൻസിയെ കൊണ്ടത് അന്വേഷിപ്പിക്കുകയാണെങ്കിൽ ഈ ഒരു സംഭവത്തിൻ്റെ ശരിയായിട്ടുള്ളൊരു കള്ളന്മാരെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതുമാത്രമല്ല, ഇതിനകത്ത് വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞ വസ്തുത, ദേവസ്വം ബോർഡ് കേരളത്തിലെ 1000, 1500, 1800 അമ്പലങ്ങളെ മൊത്തം ഉൾക്കൊള്ളുന്ന ഒരു സംവിധാനമാണ്. അപ്പം ദേവസ്വം ബോർഡിൻ്റെ കയ്യിൽ പല കാര്യങ്ങളും ഭക്തന്മാർക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പല വസ്തുതകളും ചെയ്യേണ്ടതായിട്ട് നിലനിൽക്കെ അവർ ഉള്ള സംവിധാനത്തിൽ നിന്ന് ഭക്തർ കൊടുക്കുന്ന തുച്ഛമായ വസ്തുക്കളിൽ നിന്ന് അടിച്ചു മാറ്റുന്ന ഈ രീതി പ്രവണത, കാരണം അത് കേരളം ഇന്നോ ഇന്നലെ അല്ലാന്ന് ഞാൻ പറഞ്ഞു, എങ്കിൽ പോലും തുടർച്ചയായ 2 വർഷത്തെ 5 10ാമത്തെ വർഷമാണെന്ന് തോന്നുന്നു. ഇപ്പം 10ാമത്തെ വർഷത്തിൽ പോലും 10 വർഷം കൊണ്ട് കേരളം ഏതാണ്ട് ഇന്ന് വളരെയധികം കടക്കണിയിലാണ്. കാരണം ഇവിടുന്ന് നമുക്കെല്ലാം മനസ്സിലാക്കാവുന്ന കാര്യം, ഇന്ന് കേരളം ഇന്ന് സാമ്പത്തികമായിട്ട് നിൽക്കുന്നത്, അതായത് പാവപ്പെട്ടവൻ്റെ കയ്യിൽ പൈസ എത്തുന്ന ഇവിടുത്തെ മൈക്രോ ഫിനാൻസ് മൂലമാണ്. കാരണം മൈക്രോ ഫിനാൻസ് ആണ് ഇന്നിപ്പം കേരളത്തെ പിടിച്ചു നിർത്തുന്നത്. കാരണം ഈ മൈക്രോ ഫിനാൻസ് നടത്തുന്നത് വലിയ വമ്പൻ കോർപ്പറേറ്റുകളാണ്. അപ്പം ജനങ്ങളുടെ ജീവിത നിലവാരം സാമ്പത്തികപരമായിട്ട് വളരെ അധോഗതിയിലാണ് അധപ്പതിച്ചിരിക്കുകയാണ്. അതിനെ ഒന്നും സംരക്ഷിക്കാനോ അതിനെ ഒന്നും സപ്പോർട്ട് ചെയ്യാനോ വേണ്ടിയിട്ടോ നമ്മളുടെ ഗവൺമെൻറ് സിസ്റ്റം, സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് യാതൊന്നും കിട്ടുന്നില്ല. കാരണം അവർ നമ്പർ 1 ആണെന്ന് പറയുന്നതല്ലാതെ പൊതുവെ ശരിയായ രീതിയിൽ ജനങ്ങളിലേക്ക് ഇതൊന്നും എത്തപ്പെട്ടിട്ടില്ല. അപ്പോൾ അത് അയ്യപ്പ ഭക്തന്മാർ മാത്രമല്ല, നമ്മുടെ കേരളത്തിൻ്റെ പുതിയ ഈ മോശമായ ഈ കാലാവസ്ഥയെ അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ജനങ്ങളെല്ലാവരും നല്ലൊരു തീരുമാനം എടുത്തോണ്ട്, കാരണം ഇന്നത്തെ ജനാധിപത്യ സംവിധാനത്തിൽ പോലും ഒത്തിരി തെറ്റായ പ്രവണതകളാണ്. കാരണം ജനാധിപത്യ സംവിധാനത്തെ ഇന്ന് നശിപ്പിച്ചിരിക്കുന്ന ഒരു ഭരണ സംവിധാനം ഇന്നിപ്പോൾ കേരളത്തിൽ കാണുന്നത്. കാരണം ഒരു നാട്ടുരാജാവ് ഭരിക്കുന്ന രീതിയിലാണ് ഇന്നിപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി ഭരിക്കുന്നത്. അപ്പോൾ നാട്ടുരാജാവിന് ഒരു ജനാധിപത്യ സംവിധാനത്തെ പറ്റി അറിയത്തില്ല. അദ്ദേഹം അതിനെ പുള്ളി
പ്രതിപക്ഷത്തിരുന്നപ്പം നല്ല നല്ല കാര്യങ്ങളൊക്കെ പറയുമെങ്കിലും അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഭരണം വന്നു കഴിഞ്ഞപ്പോൾ ഒരു സ്വേച്ഛാധിപതിയെ പോലാണ് അദ്ദേഹം ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലേക്ക് പണം അടിച്ചു മാറ്റുന്ന രീതിയിലാണ് അദ്ദേഹം ഇന്നിപ്പം PhD എടുത്തിരിക്കുന്നത്. അപ്പം ഇതൊക്കെ ഇന്ന് വളർന്നു, കാരണം കേരളത്തിൻ്റെ ഇന്നത്തെ സ്ഥിതി നമുക്കറിയാം. 12ാം ക്ലാസ് കഴിഞ്ഞ ചെറുപ്പക്കാർ, യുവാക്കൾ ആരും ഇന്ന് കേരളത്തിൽ നിന്നിട്ടില്ല. കാരണം അവരെല്ലാം തൊഴിൽ തേടി പുറത്തേക്കാണ് പോകുന്നത്. കാരണം ഈ 10 കൊല്ലം കൊണ്ടോ അല്ലെ 15 കൊല്ലം കൊണ്ടോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ അന്ന് മുതൽ കേരളത്തിൽ എത്രയോ വമ്പൻ ബിസിനസ് സംരംഭങ്ങൾ ഇവിടെ വന്നിരുന്നു. പല ബിസിനസ് സംരംഭങ്ങളും ഇവിടെ നിന്ന് ഇല്ലാതായി പോവുക ചെയ്തിട്ടുള്ളത്. ഏറ്റവും ലാസ്റ്റ് സ്വകാര്യ മേഖലയിൽ ഉണ്ടായിരുന്ന നമ്മുടെ കിറ്റക്സ് തന്നെ കേരളത്തിൽ നിന്ന് വിട്ടുപോകാൻ കാര്യം എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാരണം കമ്മ്യൂണിസത്തെ പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല. കാരണം ഇത്ര ഒരു ഗവേണിംഗ് സിസ്റ്റം ഇനി കേരളത്തിൽ അനുവദിച്ചുകൂടാ എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭ്യർത്ഥന. കാരണം ഒന്നാമതായിട്ട് ഇന്ന് ശബരിമലയായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് അതീവ ഗുരുതരമാണ്. പൊതുജനം കൊടുക്കുന്ന പൈസ കൈയിട്ട് വാരുക, ജനങ്ങളുടെ പൈസ കൈയിട്ട് വാരുക, അതും പാവപ്പെട്ട ഭക്തരുടെ പൈസ കൈയിട്ട് വാരുക. അതൊക്കെയെന്ന് പറഞ്ഞാൽ ഏത് നിയമകോടതിയിലും ഒരു രീതിയിലും അവരെ വെറുതെ വിടരുതെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അത് ചെറിയൊരു ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല എൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. അത് വമ്പൻ കരങ്ങളാണ്. കാരണം പമ്പയിൽ നിന്ന് ശബരിമലയ്ക്ക് പോകാനായിട്ട് ഏതാണ്ട് 6 കിലോമീറ്റർ മിച്ചം ദൂരമുണ്ട്. അവിടുന്ന് താഴെ വന്ന് പമ്പയിൽ വന്ന് കാറ് പിടിച്ച് സാധനം കയറി ഇറങ്ങി പോകണമെന്നുണ്ടെങ്കിൽ പമ്പയിലിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരറിയാൻ നടക്കത്തില്ല ഇതൊന്നും. കാരണം ഇവരെയൊക്കെ എല്ലാവരോടും ഇതൊക്കെ വളരെ കൃത്യമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ, അന്ന് പമ്പയിലും സന്നിധാനത്ത് വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരോടും ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥരോടും ഒക്കെ അവരെ എല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ കോൺസ്പിറസി എവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ആരാണ് ഇതെല്ലാം ചെയ്തിരുന്നുള്ള കൃത്യമായിട്ട് നമുക്ക് അവലോകിച്ച് നമുക്കറിയാൻ പറ്റും. അതും വെറുതെ ജനങ്ങളുടെ മുന്നിൽ കണ്ണിട്ട് കാണിക്കുന്ന പോലൊരു പ്രഹസനമായിട്ട് മാത്രം ഈ അന്വേഷണം പോകരുത്. ദയവായിട്ട് നമ്മുടെ സാക്ഷാൽ കേരള ഹൈക്കോടതിയോടുള്ള ബഹുമാനപൂർവം ഞാനും അഭ്യർത്ഥിക്കുകയാണ്. ഇതിൻ്റെ കള്ളന്മാരെ യഥാർത്ഥമായിട്ട് ഇവിടുത്തെ ഭക്തരുടെ മുന്നിൽ കൊണ്ടുവരണം. അതിനകത്ത് യാതൊരുവിധ രീതിയിലും വെള്ളം ചേർക്കാൻ അനുവദിച്ചുകൂടാ എന്ന് ഞാനിവിടെ അഭ്യർത്ഥിക്കുകയാണ്. ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ ചെറിയ വാക്കുകൾ ഞാനിവിടെ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.